ഈശോയെ നമ്മൾ പുൽക്കോട്ടെ മാതാവിനോടും ഔസേപിതാവിനോടൊപ്പം ആദ്യം കാണുന്നത്. പിള്ളക്കച്ച ദാരിദ്ര്യത്തിന്റെ അടയാളമായാണ് സാധാരണ കാണാറ്. എന്നാൽ പഴയ നിയമത്തിൽ ദാവീദ് രാജകുമാരനെ ജനനാവസരത്തിൽ അമ്മ പൊതിഞ്ഞു കിടത്തിയത് ഇതേപോലെ ഒരു പിള്ളക്കച്ചയിലാണ്. ദാവീദ് പിന്നീട് ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതേ തലമുറയിലെ അവസാന കണ്ണിയായി നമ്മുടെ ഈശോ എല്ലാ കാലത്തേക്കും രാജാവായി വാഴ്ത്തപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെ അടയാളമായാണ് മാറ്റിവെക്കുന്നത് പലതും രാജകീയമായി മാറുന്നതെന്നും മറക്കരുത്. നമ്മുടെ പുൽക്കോട്ടിലും ഉണ്ണീശോയെ പൊതിയാൻ ഇതേപോലൊരു പിള്ളക്കച്ച ഒരുക്കി വെക്കാൻ മറക്കല്ലേ.